നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ BJP നോമിനി ഹർഷ് മഹാരാജിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത 6 മുൻ MLA മാർ നടത്തിയ കലാപത്തെ പരാമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ബിന്ദൽ. വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ഹിമാചൽ പ്രദേശിലെ ജനങ്ങളെ വഞ്ചിച്ചതിന് കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടിയാണ് ഇതെന്ന് BJP അധ്യക്ഷൻ രാജീവ് ബിന്ദൽ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖ്വിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന് അധികാരത്തിലിരുന്ന് 15 മാസമായി ഒരു നേട്ടവും കാണിക്കാനില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ ഇതിൽ നിരാശരാണെന്നും ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ബിന്ദൽ അവകാശപ്പെട്ടു. നേതൃത്വത്തിന്റെയും നയങ്ങളുടെയും കാര്യത്തിൽ കോൺഗ്രസും സംസ്ഥാന സർക്കാരും പാപ്പരായിരിക്കുകയാണ്. തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിച്ചു. കപട വിശ്വാസങ്ങൾ പാർട്ടി വിടുകയാണ്. അതിന്റെ മുൻ നിയമസഭാ അംഗങ്ങളുടെ കലാപം പൊതുജനങ്ങളെ വഞ്ചിച്ചതിന് കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നേതാക്കളെ വിമതർ എന്ന് വിളിക്കുന്നത് സുഖ്ബീന്ദർ സിംഗിന്റെ നിരാശയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളും ആശയങ്ങളുമാണ് ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് BJP-യിൽ ചേരുന്നു. ഹിമാചൽ പ്രദേശിലും സ്ഥിതി വ്യത്യാസമല്ല. 6 മുൻ MLA-മാരെ കൂടാതെ സംസ്ഥാന കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റുമാരായ ഹർഷ് മഹാജനും പവൻ കാജനും BJP-യിൽ ചേർന്നതായി ബിന്ദൽ പറഞ്ഞു. ഫെബ്രുവരി 27-ന് അന്നത്തെ കോൺഗ്രസ് MLA-മാരായ രജീന്ദർ റാണ, സുധീർ ശർമ്മ, രവി ഠാക്കൂർ, ഇന്ദർദത്ത് ലഖൻപാൽ, ചൈതന്യ ശർമ്മ എന്നിവർ അനുകൂലമായി വോട്ട് ചെയ്തത്. പിന്നീട് ഈ മുൻ കോൺഗ്രസ് MLA-മാർ BJP-യിൽ ചേർന്നു. തുടർന്ന് ഹിമാചൽ പ്രദേശ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങളായിരുന്ന ഇവരെ BJP സ്ഥാനാർത്ഥികളായി നിർത്തുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ 4 ലോക്സഭാ സീറ്റുകളും 6 നിയമസഭാ സീറ്റുകളും BJP തൂത്തുവാരുമെന്ന് ബിന്ദൽ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. 70 വർഷമായി രാമക്ഷേത്ര നിർമ്മാണത്തെ കോൺഗ്രസ് എതിർത്തു. സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതിന് ശേഷം തന്റെ പാർട്ടി 97% ഹിന്ദുക്കളെയും തോൽപ്പിച്ചുവെന്ന് സുഖ്ബീന്ദർ സിംഗ് അവകാശപ്പെട്ടിരുന്നുവെന്നും BJP നേതാവ് ആരോപിച്ചു. സംസ്ഥാന സർക്കാർ 15 മാസത്തെ ഭരണത്തിൽ ഇതുവരെ ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്നും ബിന്ദർ പറഞ്ഞു.